എന്താണ് മാനവികതയ്ക്ക് എതിരുള്ള ഈ ആയത്തുകൾ തത്തഹിദു ഔലിയ മിൻ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള തുടങ്ങുന്ന ഒരു ആയത്തുണ്ടല്ലോ. നിങ്ങള് ബനി ഇസ്രായേലിലെ ആളുകളെയും വേദക്കാരെയും നസാറ ജൂതന്മാരെയും നസാറ അറബികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്, അവര് പരസ്പര ഉറ്റമിത്രങ്ങളാണ്. ഇത് എന്റെ ജീവിതത്തിൽ ഈ ആയത്ത് വായിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികളുടെ തമ്മിൽ കൂട്ടുകൂടുന്ന സമയത്ത് കഴിഞ്ഞാല് അവന്റെ ഉമ്മ ഒരു കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, മുസ്ലിമായ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, നീ ക്രിസ്ത്യാനിയുടെ അടുത്ത് കൂട്ടുകൂടാൻ പാടില്ല, കാരണം നമ്മുടെ കൾച്ചറിന് എതിരാണ്. എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, അങ്ങനെ ഒരു ആയത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് എടുക്കുന്നത്. ഓരോ സമയവും സന്ദർഭവും സാഹചര്യവും അനുസരിച്ചിട്ട് അത് എടുത്തിട്ട് അങ്ങ് അലക്കുക. അപ്പൊ അത് പറയുന്നു പറഞ്ഞാല് നമ്മൾ വേറൊരു ആയത്ത് പറയുന്നുണ്ട്, വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ കറി വെക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം ചേർക്കണം, എന്നിട്ട് അയൽവാസിക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഹദീസുണ്ട്. അയൽവാസി എന്താണ് പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് നമ്മളിൽ പെട്ടവനല്ല എന്നുള്ള ഹദീസുണ്ട്. ഇങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. അപ്പൊ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു കൊണ്ടുവരുന്നത് ഈ ആധുനിക യുഗത്തിൽ വളരെ വളരെ എന്താണ് പുറത്തു വന്നപ്പോ അതിൽ തന്നെ നമ്മൾ ചേകന്നൂർ മൗലവി, കേരളത്തിൽ നിന്ന് ചേകന്നൂർ മൗലവിനെ ആദ്യമായിട്ട് സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തത് ഞാൻ ഈ ഹദീസുകളൊക്കെ ഇതുണ്ട് എന്നുള്ളത്. അപ്പോ ഞാൻ ഇപ്പൊ വരാട്ടോ. ഓക്കെ, അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയാ. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എല്ലാരും ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കേൾക്കാം. കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓരോ സന്ദർഭത്തിൽ നിന്ന് ഓരോന്ന് എടുക്കരുത്, സന്ദർഭത്തിൽ നിന്ന് എടുത്ത് അലക്കുന്നതാണ്, അത് തെറ്റാണ്. പല നല്ല കാര്യങ്ങളും ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മോശം കാര്യം മാത്രം എന്തിനാണ് എടുക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിന് അദ്ദേഹം ഇവിടെ ഒരു ലക്കും ദീനക്കും വലിയ ദീൻ സൂറത്തുൽ ഫലക്കല്ല സൂറത്തുൽ കാഫിറൂൻ ആയത്തൊക്കെ ഇവിടെ ഓതി. ഗുലിയായി കാഫിറു ലാബുദ് മാതാബുദ് ആയത്ത്, അതായത് അതൊക്കെയാണ് മദ്രസ പഠിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്, താഴെ ഇരിക്കുന്ന കേരളയിലൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ലക്കും ദീനക്കും വലിയത്, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം. അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു എന്റെ ഇടയ്ക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, സന്ദർഭത്തിൽ നിന്ന് അടർത്തി എടുത്തുകൊണ്ട് വരരുതെന്ന്. അതാണ് ഇവിടുത്തെ ഈ പിന്നെ നമ്മൾ ഈ ഇസ്ലാമിലെ ഈ പിന്നെ അപകടകരമായ ആയത്തുകളൊക്കെ പറയുമ്പം ഈ എം അക്ബർ പോലുള്ള അത്തരം മൗലവിമാരൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ സന്ദർഭത്തിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്, അത് ആ സന്ദർഭത്തിൽ പറഞ്ഞതാണ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ലക്കും ദീനുക്കും വലിയ, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് എടുത്ത് മറ്റു കാര്യങ്ങൾ പറയരുത്. ഇത് എപ്പോഴത്തെ സന്ദർഭമായിരുന്നു എന്നറിയാം? ഈ ലക്കും ദീനുക്കും വലിയ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം പറയുന്നത് ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് ആധിപത്യം കിട്ടുന്നതിന് മുമ്പുള്ള സന്ദർഭം, മക്കീ കാലഘട്ടമാണ്. മുഹമ്മദിന് മക്കീ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് ആധിപത്യം ഒന്നുമില്ല, മക്കത്തെ കാലഘട്ടത്തിൽ. മക്കത്ത് ഖുറൈശികളായിരുന്നു പ്രബലന്മാര്. ഖുറൈശികളും ബഹുദൈവവിശ്വാസികളും ജൂതന്മാരും ഒക്കെ ആയിരുന്നു അവിടുത്തെ പ്രബലമായ. അവിടെ മുഹമ്മദിന്റെ അനുയായികൾ ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് ഓടിയത്. മുഹമ്മദിന് അവിടെ നിന്ന് ഓടേണ്ടത് വെറും 13 പേരെയാണ് മുഹമ്മദിന് മക്കത്തൊന്നും കിട്ടിയത്. മുഹമ്മദ് ഒരുപാട് വർഷങ്ങളോളം മുഹമ്മദ് മക്കത്ത് കിടന്ന് കളിച്ചിട്ട് മുഹമ്മദിന് കിട്ടിയത് 13 പേരെയാ, വിരലിലെണ്ണാവുന്ന ആൾക്കാർ കിട്ടിയുള്ളൂ. ലാസ്റ്റ് പുള്ളി എങ്ങോട്ടാ പോയത്? മദീനത്തേക്ക് പോയി. മദീനത്ത് പോയാണ് മദീനത്തുള്ള ആൾക്കാർ ആദരപൂർവ്വം സ്വീകരിച്ചു. അവിടെ ജൂതഗോത്രമായിരുന്നു, പിന്നെ ജൂതന്മാരായിരുന്നു കൂടുതൽ. അവർ സ്വീകരിച്ചു, അന്തസ്സായിട്ട് സ്വീകരിച്ച് പാർപ്പിടവും വസ്ത്രവും ഭക്ഷണവും ഒക്കെ മുഹമ്മദിനും അനുയായികൾക്കും കൊടുത്തു. അപ്പോഴാണ് അവിടെ കരുത്താർജിച്ച ശേഷമാണ് അവിടെ വെച്ച് യുദ്ധം ചെയ്ത് അവിടെയുള്ള ജൂതന്മാരെ എല്ലാം കൊന്നൊടുക്കി മദീന കീഴടക്കുന്ന മുഹമ്മദ്. മനസ്സിലാക്കണം നിങ്ങൾ. ഈ ലക്കും ദീനുക്കും വലിയ, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം ഇറങ്ങിയപ്പോഴാണ് മക്കീ കാലഘട്ടത്തില. മുഹമ്മദിന് ആധിപത്യം ഇല്ലായിരുന്ന സമയം. മുഹമ്മദിനോട് ബഹുദൈവവിശ്വാസികളുടെ പിന്നെ കരുണ വേണം, ഖുറൈശികളുടെ കരുണ വേണം, ക്രിസ്ത്യാനികളുടെ കരുണ വേണം, ജൂതന്മാരുടെ കരുണ വേണം. ഇവരുടെ ഒന്നും കരുണയില്ല എന്നുണ്ടെങ്കിൽ മുഹമ്മദിനോടെ ജീവിതം നടക്കുകയില്ല. മുഹമ്മദ് അവിടെ ഇസ്ലാമാണ് വലുത്, ഇസ്ലാം വിശ്വസിച്ചില്ല നിന്നൊക്കെ തട്ടിക്കളയെന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ ആദ്യം കൊന്നുകളഞ്ഞ തന്നെ അവിടെ. മുഹമ്മദിന് പിന്നെ ജീവിച്ചിരിക്കൽ പോലും നടക്കില്ല. മുഹമ്മദ് തട്ടിപ്പോയനെ മക്കത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പം മുഹമ്മദിന് അറിയാം ഇവിടെ അത് പറയാൻ പറ്റിയല്ല എന്നുള്ളത്. ഇവിടെ ഞാൻ പിന്നെ മറ്റുള്ളവരെ മിത്രവാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തല പോകുന്നു. മുഹമ്മദിനെ അറിയാം. മുഹമ്മദ് ബുദ്ധിമാനായിരുന്നു. പിന്നെ ഫസീല് മുഹമ്മദ് ബുദ്ധിമാനുമായിരുന്നു. മുഹമ്മദ് നിരക്ഷരനാണെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ലെന്നുള്ളൂ. കുതന്ത്രനും അതേപോലെ തന്നെ കപട ബുദ്ധിക്കാരനും നല്ല കുരുട്ടുബുദ്ധിക്കാരനും അതേപോലെ തന്നെ നല്ല ബുദ്ധിയും ഉണ്ടായിരുന്നു മുഹമ്മദിന്. അപാരമായ യുദ്ധതന്ത്രജ്ഞനുമായിരുന്നു മുഹമ്മദ്. മുഹമ്മദിന് എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ലായിരുന്നു, ഐശ്വര്യാണ്. പക്ഷെ മുഹമ്മദ് നല്ല യുദ്ധതന്ത്രജ്ഞനായിരുന്നു.
കപട ബുദ്ധിയും കുരുട്ടു ബുദ്ധിയും മുഹമ്മദ് ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഖദീജയുടെ മരണം വരെ മുഹമ്മദ് വേറെ പെണ്ണ് കിട്ടിയോ ഫസീലെ? ഖദീജയുടെ മരണം വരെ മുഹമ്മദ് വേറെ പെണ്ണ് കിട്ടിയോ? ഫസീലിനെ പോലെ ചിന്തിക്കുന്നതോടെ ഖദീജയുടെ മരണം വരെ മുഹമ്മദ് വേറെ പെണ്ണ് കിട്ടി? മുഹമ്മദ് വേറെ പെണ്ണ് കിട്ടിയില്ലോ. കാരണം എന്തായിരുന്നു ഫസീലെ? ഇസ്ലാമിസ്റ്റുകളോടാ ചോദിക്കുന്നത്, താഴെ ഇരിക്കുന്ന കേരളീയത്തിനോടൊക്കെ കാരണം എന്തായിരുന്നു? ഖദീജയുടെ മരണം വരെ മുഹമ്മദ് വേറെ പെണ്ണ് കെട്ടാൻ. മുഹമ്മദ് ഖദീജയുടെ മരണം വരെ വേറെ പെണ്ണ് കെട്ടല്ല. മുഹമ്മദ് വേറൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. മുഹമ്മദ് ഒറ്റ അടിമസ്ത്രീയെ ഭോഗിച്ചിട്ടില്ല. മുഹമ്മദ് പക്കാ മാന്യനായിരുന്നു ഖദീജയുടെ മരണം വരെ പെൺ വിഷയത്തിൽ. കാരണം എന്താ? ഖദീജ എടുത്ത് അറബിക്കടലിൽ കൊണ്ടേ തള്ളിയാനെ. ആരായിരുന്നറിയോ ഖദീജ? ഖദീജ മക്കത്തെ അംബാനിയായിരുന്നു. ഖദീജയുടെ കീഴിൽ ജോലി ചെയ്ത് കണക്കെടുത്ത് പിള്ളയായിട്ട് നിന്നു. സിറിയയിലേക്കും പിന്നെ ഡമാസ്കസിലേക്കും ഒക്കെ പോകുന്ന ഒട്ടകങ്ങളുടെ പുറത്ത് കയറി കച്ചവടത്തിന് പോയ ആളാണ് മുഹമ്മദ്. ഒടുവിൽ മുഹമ്മദിനെ ഖദീജയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഖദീജ പറഞ്ഞു, കാരണം ഖദീജയ്ക്ക് 40-45 വയസ്സുണ്ടായിരുന്നു. മുഹമ്മദ് 25-കാരനായിരുന്നു. ഒരു ചുള്ളൻ ചെറുക്കനെ കണ്ടപ്പോൾ പ്രേമിച്ചു, ഇഷ്ടപ്പെട്ടു. ഖദീജ 2 കല്യാണം കഴിഞ്ഞ് നിൽക്കുന്നോളാ. അപ്പൊ ഒരു ചുള്ളൻ ചെറുക്കനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കല്യാണം കഴിച്ചു ഖദീജ കല്യാണം കഴിച്ചു. ഖദീജ കല്യാണം കഴിച്ചതിന് ശേഷം മുഹമ്മദ് എങ്ങോട്ടെങ്കിലും പോയോ? മുഹമ്മദ് ഖദീജയുടെ അടിമയായിട്ട് തന്നെ നിന്നില്ല. ഒരൊറ്റ കല്യാണം കഴിക്കാൻ പോയില്ല മുഹമ്മദ്. കാരണം അതാ, മുഹമ്മദിന് അറിയാമായിരുന്നു അന്നേരം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തല കാണുകയല്ല. എന്റെ ഭാര്യ എന്ന് പറയുന്നത് മക്കത്തെ അംബാനിയാണ്. ഞാൻ ഒന്നുമില്ലാത്ത ഒരു അനാഥ ബാലൻ. അപ്പൊ കല്യാണം കഴിച്ച വിവരം അറിയും ഇല്ലേ? ഇപ്പം അംബാനിയുടെ കീഴിൽ ഏതെങ്കിലും സെക്രട്ടറി, ഇപ്പൊ നമ്മുടെ മുകേഷ് അംബാനിയെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. അദ്ദേഹത്തിന്റെ ഡ്രൈവർ മുകേഷ് അംബാനി, അദ്ദേഹത്തിന്റെ ഡ്രൈവർക്ക് മുകേഷ് അംബാനിയുടെ മകളെ കെട്ടിച്ചു കൊടുക്കാന്ന് ഓർത്തു വെക്കും. മുകേഷ് അംബാനി ആ ഡ്രൈവർ പോയി വേറെ പിന്നെ പെണ്ണ് കെട്ടിട്ടുണ്ട്. ആ ഡ്രൈവറുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ ആ ഡ്രൈവറെ ശവം അറബിക്കടലിൽ പൊങ്ങുകയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഖദീജ മരണം വരെ മുഹമ്മദ് പെണ്ണ് കെട്ടാഞ്ഞതുകൊണ്ട്. ഖദീജയെ പേടിച്ചു കിടന്നയാളാ. ഈ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ പ്രവാചകനും പ്രപഞ്ച സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ ഉള്ളിയായിരുന്നു മുഹമ്മദെങ്കിൽ മുഹമ്മദ് ഈ ഖദീജയുടെ കാലത്തും പെണ്ണ് കെട്ടാൻ മേലെ. എന്തെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം പ്രപഞ്ച സൃഷ്ടാവ് അദ്ദേഹത്തെ രക്ഷിക്കുകയല്ലേ. ഇപ്പം ഖദീജ കൊല്ലാൻ വരുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവ് നേരെ പിന്നെ ഉയർത്തിക്കൊണ്ടു 7-ാം ആകാശത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുപോവുകയല്ലേ. കൊണ്ടുപോവുകയല്ലേ. എന്തേ മുഹമ്മദ് പെണ്ണ് കെട്ടാഞ്ഞ്? കാരണം മുഹമ്മദിനറിയാം ഞാനീ ഉണ്ടാക്കിയിരിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് കപടതയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് ഈ പൊട്ടന്മാരെ പറ്റിക്കാൻ വേണ്ടി. അപ്പം ഞാൻ പോയി ഖദീജയുടെ കാലത്ത് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ശവം പോയി അറബിക്കടലിൽ പോകും. എന്നെ ഒരു ദൈവവും രക്ഷിക്കാനില്ല, ഞാനൊരു ദൈവത്തിന്റെ പ്രവാചകനുമല്ല എന്ന സത്യം അറിയാവുന്ന അയാൾക്ക്. ഇപ്പൊ സായിബാബയ്ക്കറിയാം സായിബാബ ദൈവമല്ല എന്നുള്ളത്. പക്ഷെ സായിബാബയുടെ പുറകെ നടക്കുന്നവന്മാർ പൊട്ടന്മാരെ അവന്മാർക്കറിയാൻ മേല. മനസ്സിലായോ? ആശാരാം ബാപ്പുവിന്റെ അറിയാം ആശാരാം ബാപ്പുവിന്റെ ഒരു ചുക്കുമില്ല എന്നുള്ളത്. പുറകെ കിടക്കുന്ന പൊട്ടന്മാർക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ആശാരാം ബാപ്പു ജയിലിൽ പോയി കിടക്കുന്നത്. മനസ്സിലായോ? ഇത് തന്നെയാണ് മുഹമ്മദും. ഇത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇനി മുഹമ്മദിന് ആധിപത്യം കിട്ടിക്കഴിഞ്ഞ് മുഹമ്മദ് ആയത്തിറക്കി ഫസീലെ. ഈ പിന്നെ അങ്ങനെ ചിന്തിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ മുഹമ്മദിന് ആധിപത്യം കിട്ടി. മുഹമ്മദ് മക്കയുടെയും മദീനയുടെ ഒക്കെ അധിപതിയായി. ഖദീജയുടെ പണമെല്ലാം മുഹമ്മദിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഖദീജ മരിച്ചു, പണമെല്ലാം ഒഴുകി. മുഹമ്മദ് മക്കയുടെ അധിപതിയായി. അറേബ്യൻ ഉപദ്വീപിന്റെ ഭരണാധികാരിയായി മുഹമ്മദ്. അന്നേരം കുറെ ആയത്തുകൾ ഇറങ്ങി. ആ ആയത്തുകളാണ് 5:51 അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അൽ യഹൂദ വന്നസാറ ഔലിയാഅൻ. 4:144 അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അൽ കാഫിരീന ഔലിയാഅൻ. 98:6 ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്, മുസ്ലിം അല്ലാത്ത ആരെയും മിത്രമാക്കരുത്. 98:6 പറഞ്ഞിരിക്കുന്ന വേദക്കാരിലെയും പിന്നെ അതായത് പിന്നെ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. വേദക്കാരിലെയും ബഹുദൈവ വിശ്വാസികളിലെയും സത്യനിഷേധികൾ നരകത്തിലാവുന്നു. അവർ അതിൽ എന്നെന്നും നിത്യവാസികളാവുന്നു. അവരാവുന്നു സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടർ. ഇതൊക്കെ എന്തേ ഈ ലക്കും ദീനക്കും വലിയതീൻ, നിന്റെ മതം നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം പറഞ്ഞ കാലത്ത് ഒന്നും പറയാതിരുന്നത് ഫസീല്? അത് സന്ദർഭമായിരുന്നല്ലോ. ഇതും സന്ദർഭമാണല്ലോ. ഇതേത് സന്ദർഭം? അതേത് സന്ദർഭം? ഈ ലക്കും ദീനക്കും വലിയതീൻ പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് ഒരു ആധിപത്യം ഇല്ലാതിരുന്ന സന്ദർഭം. ഇപ്പൊ ഞാൻ ഈ പിന്നീട് പറഞ്ഞ ആയത്തുകൾ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്, മുസ്ലിം അല്ലാത്ത ആരെയും മിത്രമാക്കരുത് എന്നൊക്കെയുള്ള ആയത്തുകൾ എന്താ? അതേപോലെ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന കാഫിറിനോട് പോയി യുദ്ധം ചെയ്യുക. 9:123 പറയുന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയായ കാഫിറിനോട് പോയി യുദ്ധം ചെയ്യുക. ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം. ഇതൊക്കെ എപ്പോഴാണ് ഇറങ്ങിയത്? മുഹമ്മദിന് ആധിപത്യം കിട്ടിയതിന് ശേഷമുള്ള സന്ദർഭം. മുഹമ്മദിന് ആധിപത്യം കിട്ടിയ സന്ദർഭത്തിലാണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയത്. അപ്പൊ ഏത് സന്ദർഭമാണ് കറക്റ്റായ സന്ദർഭം ഫസീല്? ഞാൻ സന്ദർഭത്തിൽ നടത്തിയെടുത്തെന്നാണല്ലോ ഫസീൽ പറഞ്ഞത്. അല്ലെങ്കിൽ MM അക്ബർ പോലുള്ള കൂട്ടാളികൾ പറഞ്ഞ ഇസ്ലാമിക വിമർശകർ സന്ദർഭത്തിൽ നടത്തിയെടുത്തോണ്ട് വരിക. ഇപ്പൊ ഏത് സന്ദർഭമാണ് കറക്റ്റായ സന്ദർഭം? അതുപോലെ 8:39 കാത്തലഹുമത്താല തക്കൂനു ഫിത്തനത്തിന് ബയക്കൂനുദ്ദീൻ അല്ല. കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിനാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുക. അതേത് സന്ദർഭമാണ് ഫസീലെ? അതിപ്പോഴും ആ സന്ദർഭം നടക്കുകയല്ലേ. കാരണം മതം മുഴുവൻ അള്ളാഹുവിനായിട്ടില്ലല്ലോ. ഇപ്പോഴും 1-ാം സ്ഥാനത്ത് ഇരിക്കുന്ന ക്രിസ്ത്യാനികളല്ലേ. ഇപ്പോഴും ലോകത്ത് 100 കോടി ജനമുണ്ട്. നിങ്ങൾ 180 കോടിയോളം അല്ലേ ഉള്ളൂ. പോയിട്ട് 620 കോടിയും അമുസ്ലിമീങ്ങളല്ലേ. അവരെല്ലാം മുസ്ലിമാണ്. അപ്പോൾ ഈ ആയത്തിന് അന്നേരം ഇപ്പോഴും ഈ ആയത്തിന് പ്രസക്തിയില്ലേ? 8:39 ആയത്തിന്. അപ്പൊ അതേത് സന്ദർഭം ഫസീലെ?
അപ്പൊ നിങ്ങൾ ഒരിക്കലും മണ്ടത്തരങ്ങൾ ഈ സന്ദർഭമില്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല ഈ ലോകത്ത്. മനസ്സിലായോ? ഇപ്പൊ ഈ ക്ലബ് ഹൗസിൽ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം ഇപ്പൊ സുപ്രഭാത് റൂം ഇട്ടപ്പോ ഉണ്ടായ സന്ദർഭം ഇല്ലേ? സുപ്രഭാത് ഇങ്ങനെ ഒരു റൂം ഇവിടെ ഇട്ടില്ലെങ്കിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഒരു സന്ദർഭം ഉണ്ടാവുകയില്ല. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഏത് സന്ദർഭത്തിലാ? നമുക്ക് വിശക്കുമ്പോ ഇല്ലേ? നമുക്ക് വിശക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കുകയല്ലോ. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന ഏത് സന്ദർഭത്തിലാ? വിശക്കുന്ന സന്ദർഭത്തിൽ. ഇപ്പൊ ഒരാളൊരു കൊലപാതകം നടത്തുക, ആ കൊലപാതകത്തിന് എന്ത് കാരണമാണോ ഉണ്ടാകുന്ന ആ കാരണം ഉണ്ടായ സന്ദർഭത്തിലാണ് അയാൾ കൊല ചെയ്യുന്നത് ഇല്ലേ? ഇപ്പൊ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് എപ്പോഴാണ് സന്ദർഭം? 2024 ഈ വർഷം ഏപ്രിലിൽ അതിനുള്ള സന്ദർഭം ഉണ്ടാകുന്നുള്ളൂ ഇല്ലേ? ആ സന്ദർഭത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എല്ലാത്തിനും സന്ദർഭമുണ്ട്. ലോകത്ത് എന്തിനും സന്ദർഭമുണ്ട്. ഇപ്പൊ ഒരു മനുഷ്യൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വരെ സന്ദർഭമുണ്ട്. അതേതാണ് സന്ദർഭം? ആ പുരുഷനും ആ പെണ്ണിനും ലൈംഗികമായിട്ട് ഉത്തേജനം ഉണ്ടാകുന്ന സന്ദർഭം ഇല്ലേ? നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നപ്പോഴാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഉത്തേജനം ഉണ്ടാകണം. ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോഴാണ് ബന്ധപ്പെടുന്നത് ഇല്ലേ? എല്ലാത്തിനും സന്ദർഭമുണ്ട്. ഒരു മനുഷ്യൻ പഠിക്കുന്ന എപ്പോഴാണ്? അവൻ ജോലി കിട്ടുന്നതിന് മുമ്പുള്ള സന്ദർഭമാണ്. എല്ലാത്തിനും സന്ദർഭമുണ്ട്. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത എന്ത് കാര്യവും ലോകത്ത് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? സന്ദർഭത്തിൽ നടത്തിയെടുക്കാതെ ലോകത്ത് ഒരു കാര്യവും നമുക്ക് പറയാൻ പറ്റിയല്ല. ഒരു കാര്യവും നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റ് ഏതെങ്കിലും ഒരു കാര്യം സന്ദർഭത്തിലല്ലാതെ എന്ന് പറയാമോ? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് സന്ദർഭമാണ്? സന്ദർഭം ഇല്ലാതെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മുഹമ്മദിന് ആധിപത്യം കിട്ടാതിരുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് പറഞ്ഞു നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം. മുഹമ്മദിന് ആധിപത്യം കിട്ടിയതിന് ശേഷം മുഹമ്മദ് പറഞ്ഞു യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്, മുസ്ലിം അല്ലാത്ത ആരെയും മിത്രമാക്കരുത്, അന്യമതസ്ഥരുടെ അടുത്ത് താമസിക്കുന്ന അയൽവാസിയായ കാഫിറിനോട് പോയി യുദ്ധം ചെയ്യുക, അള്ളാഹുവിനെ മുഹമ്മദിനെ എതിർക്കുന്നവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്നും വെട്ടുക ഇല്ലേ? അതുകൊണ്ടല്ലേ ടി ജെ ജോസഫ് സാറിന്റെ കൈ വെട്ടിയത്. എങ്കിൽ അന്നത്തെ സന്ദർഭമായിരുന്നെങ്കിൽ ഇപ്പൊ ടി ജെ ജോസഫ് സാറിന്റെ കൈ വെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു ഫസീലെ? 1500 കൊല്ലം മുമ്പുള്ള സന്ദർഭമല്ലേ അത്? ഇപ്പൊ എന്തിനാ ടി ജെ ജോസഫ് സാറിന്റെ കൈ പോയി സുഡാപ്പികൾ വെട്ടിയത്? ആ സന്ദർഭം ഇപ്പോഴും ഉള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ട് മണ്ടത്തരം. എനിക്ക് ഈ സന്ദർഭം പറയുന്ന മുസ്ലിമുകളോട് പറയാനുള്ള, സന്ദർഭം ഇല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. സന്ദർഭം ഇല്ലാതെ ഒരു അണു പോലും ഇവിടെ തളരുകയില്ല. സന്ദർഭം ഇല്ലാതെ, നേരത്തെ ഞാൻ പറഞ്ഞ സന്ദർഭം ഇല്ലാതെ ഒരു ഉറുമ്പിന് പോലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം ഉറുമ്പിന് വിശക്കണം. ഉറുമ്പിന് വിശക്കുമ്പോഴേ ഉറുമ്പ് ഭക്ഷണം കഴിക്കുള്ളൂ. എന്നാൽ അതാ അടുത്ത സന്ദർഭമാണ്. അതുകൊണ്ട് ഇനി ഈ സന്ദർഭ മണ്ടത്തരവും പറഞ്ഞുകൊണ്ട് ജിഹാദികൾ വരണ്ട. ജിഹാദികൾ വെള്ളപൂശുകൊണ്ട് ഒരു കാര്യമില്ല. ജിഹാദികൾ എങ്ങനെയാണ് വെള്ളപൂശേണ്ടത്, എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് വ്യാഖ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കേണ്ടത് എന്ന രീതിയിലാണ് വരുന്നത്. അപ്പം പറയുന്നതാണ് സന്ദർഭം. ഇസ്ലാമിനെ ഇസ്ലാമോ ഫോബിയ, ഇതൊക്കെ ഇവരുടെ ഓരോ ന്യായവാദങ്ങളാണ്. ഈ ന്യായവാദം ഒന്നും ഇനി നടക്കുകയില്ല. ജിഹാദികളെ, ഇസ്ലാമിസ്റ്റുകളെ, ഇനി ഇതൊന്നും നടക്കുകയില്ല. നിങ്ങളുടെ ഒരു ന്യായവാദവും ഇനി നടക്കുകയില്ല. നിങ്ങളുടെ ഒരു വരട്ട് തത്വശാസ്ത്രവും ഇവിടെ നടക്കുകയില്ല. നിങ്ങൾ മാനവികതയിൽ വിശ്വസിക്കുക, നിങ്ങൾ ദേശസ്നേഹികളാകുക. നിങ്ങൾ ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന മണ്ടത്തരങ്ങളും ഈ അപകടകരമായ ഈ വചനങ്ങളും വിശ്വസിച്ചുകൊണ്ട് അന്യമതസ്ഥനെ ഉപദ്രവിക്കാനും അന്യമതസ്ഥന്റെ മെക്കെട്ട് കയറാനും രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാനും വന്നാൽ നിങ്ങൾ പാലസ്തീനിലെ ഗാസയിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പോലെ, സിറിയയിലെയും സുഡാനിലെയും ലിബിയയിലെയും ലെബനോനിലെയും ഇറാഖിലെയും ഒക്കെ മുസ്ലിം അഭയാർത്ഥികൾ അനുഭവിക്കുന്നത് പോലെ അധോഗതിയിൽ നിന്നും അധോഗതിയിലേക്ക് പോവുകയല്ലാതെ ഒരു പ്രയോജനവും നിങ്ങൾക്കുണ്ടാകുകയില്ല. ഓക്കെ, താങ്ക് യു.